തിരുപ്പൂരിൽ എംഎൽഎയുടെ തോട്ടത്തിൽ വെച്ച് പോലീസുകാരനെ വെട്ടിക്കൊന്നു. മദ്യലഹരിയിൽ തർക്കത്തിൽ ഏർപ്പെട്ടവരാണ് ഇതേക്കുറിച്ച് അന്വേഷിക്കാനെത്തിയ സ്പെഷ്യൽ സബ് ഇൻസ്പെക്ടർ ഷൺമുഖവേലിനെ കൊലപ്പെടുത്തിയത്. പ്രതികൾക്ക് വേണ്ടി തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. കെ.പി. ശ്രീധരൻ. ജനശ്രീധരൻ, എപ്പോഴായിരുന്നു സംഭവം? എംഎൽഎയുടെ തോട്ടത്തിൽ വെച്ച് എന്ന് പറയുമ്പോൾ എംഎൽഎക്ക് ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ളൊരു സംഭവമാണോ അതോ മറ്റെന്തെങ്കിലും തർക്കമാണോ? എംഎൽഎക്ക് ഈ വിഷയത്തിൽ ബന്ധമൊന്നും പ്രാഥമികമായി ഇല്ല. ഏതായാലും കുടിമംഗലം പോലീസ് സ്റ്റേഷനിലെ സ്പെഷ്യൽ സബ് ഇൻസ്പെക്ടർ ഷൺമുഖവേലാണ് കൊല്ലപ്പെട്ടത്. ഇന്നലെ രാത്രി ഷൺമുഖവേലും അളകുരാജ് എന്ന മറ്റൊരു കോൺസ്റ്റബിളും പട്രോളിങ്ങിന് പോയതായിരുന്നു. ഈ സമയത്ത് ഈ തോട്ടത്തിൽ വലിയ ജീവനക്കാരായിട്ടുള്ള അച്ഛനും മക്കളും തമ്മിൽ വാക്തർക്കവും കയ്യാങ്കളിയും ഉണ്ടായി എന്ന വിവരം കിട്ടി. ഇത് അന്വേഷിക്കുന്നതിന് വേണ്ടിയാണ് ഇരുവരും അവിടേക്ക് പോകുന്നത്. മദ്യലഹരിയിലായിരുന്ന ഈ ആളുകൾ പ്രതികൾ ഈ ഷൺമുഖവേലിനെ ആക്രമിച്ചു. കഴുത്തിലാണ് ഇദ്ദേഹത്തിന് വെട്ടേറ്റത്. ഇതിനുശേഷം ഈ പ്രതികൾ രക്ഷപ്പെടുകയും ചെയ്തു. ഏതായാലും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ സ്ഥലത്തെത്തി ഉടൻ തന്നെ ഷൺമുഖവേലിനെ ആശുപത്രിയിൽ എത്തിക്കാനൊക്കെ ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. കൂടെ ഉണ്ടായിരുന്ന പോലീസുകാരൻ പരിക്കുകളില്ലാതെ രക്ഷപ്പെടുകയും ചെയ്തു. പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും തമിഴ്നാട് സർക്കാർ ഈ മരിച്ച ഷൺമുഖവേലിന്റെ കുടുംബത്തിന് 1 കോടി രൂപ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏതായാലും എംഎൽഎയുടെ തോട്ടത്തിൽ നടന്നു എന്നുള്ളത് സംബന്ധിച്ച് ഇത് വളരെ ഗൗരവമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇക്കാര്യത്തിൽ എംഎൽഎക്കോ മറ്റും പങ്കുണ്ട് എന്നുള്ള തരത്തിൽ യാതൊരു വിവരവും പ്രാഥമികമായി ലഭിച്ചിട്ടില്ല. ശരി, കെ.ബി. ശ്രീധരനാണ് വിവരങ്ങൾ നൽകിയത്.